സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനങ്ങൾ 115 കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പറഞ്ഞതുപോലെ ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്നാണ്. ഏത് സങ്കീർത്തനങ്ങളാണ് കുഞ്ഞുങ്ങളെ? ഹല്ലേൽ സങ്കീർത്തനങ്ങളാണ്. 118 വരെയുള്ള സങ്കീർത്തനം ഹല്ലേൽ സങ്കീർത്തനം. അതിൽ ഒരു സങ്കീർത്തനമാണ് ഇവിടെ വായിച്ചത്. അതിന്റെ ഹെഡിങ്ങിൽ ഇപ്രകാരം കാണാൻ കഴിയുന്നു: യഹോവയും ജാതീയ വിഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനമാണ് ഇതിന്റെ ചില ഭാഗങ്ങളിൽ, മെജോറിറ്റിയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. നാം ആരെങ്കിലും റോഡും സുവിശേഷം പറയുമ്പോൾ വിഗ്രഹ ആരാധനയെ പറ്റി നാം പറയുമ്പോൾ ഈ സങ്കീർത്തനത്തെ ഒന്ന് കോട്ട് ചെയ്യുക പതിവാണ്, അല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? സ്തോത്രം. ജാതികളുടെ വിഗ്രഹങ്ങൾ എങ്ങനെയാണ്? നടക്കുന്നില്ല, കാണുന്നില്ല, സ്തോത്രം, ഒന്നും ചെയ്യുന്നില്ല എന്ന നിലയിലൊക്കെ പ്രസ്താവിപ്പാൻ വചനത്തിന്റെ അടിസ്ഥാനം 115 സങ്കീർത്തനം നാം കോട്ട് ചെയ്ത് റെഫറൻസ് എടുത്തേച്ച് നാം പറയാറുണ്ട്. എന്നാൽ ആ ഭാഗത്തേക്കൊന്നും കയറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പ്രാരംഭ വചനം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. പ്രാരംഭമായി സങ്കീർത്തനകാരനെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന് എന്തു വേണം? മഹത്വം വരണം, അല്ലേ? ഈ പകൽ നമുക്കൊരു ഉറപ്പുണ്ട്, നാം കണ്ട ദൈവമഹത്വം. സ്തോത്രം. അതേ, ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്നുള്ളൊരു പ്രയോഗം വേദപുസ്തകത്തിലുണ്ട്, അല്ലേ? ദൈവത്തിന്റെ മഹിമ കണ്ട, ദൈവത്തിന്റെ മഹത്വം കണ്ട സാക്ഷികളെ പറ്റി, അനുഭവിച്ചവരെ പറ്റി വേദപുസ്തകം പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനകാരൻ പറയുന്നത് നിന്റെ മഹത്വം വരുത്തണമേ എന്ന് പറയുന്നു. ഏത് ബേസിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്? പ്രൈസ് ഗോഡ്. ഒന്ന് പറയാൻ പറ്റുമോ? ഉത്തരം അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട, ഉത്തരം അവിടെ തന്നെയുണ്ട്. എപ്പോഴാണ് ദൈവത്തിന് തൻ്റെ മഹത്വം ലഭ്യമാകുന്നത്? ഒരൊറ്റ ബേസിലാണ്. ആൻസർ അവിടെയുണ്ട്. എന്താണ്? ദൈവമേ, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണമേ. ഈ പകൽ നാം ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള പുറകിലുള്ള പ്രേരക ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തതയും കഴിഞ്ഞ നാളുകളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും പ്രേരിപ്പിച്ചതുകൊണ്ടല്ല, സ്തോത്രം, മറ്റാരുടെയും പരപ്രേരണ കൊണ്ടല്ല ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പിന്നെയോ കണ്ട സാക്ഷികളല്ല, മഹിമ കണ്ട സാക്ഷിയല്ല. ഈ പകൽ ഹോരേബ് ദൈവസഭയിലെ ദൈവജനത്തിന് പറയാൻ കഴിയും, ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ടവരാ. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ കഴിയും, ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ടവരാ? രണ്ട് ബേസിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം മൺകൂടാരമാകുന്ന എന്റെയും നിങ്ങളുടെയും അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആളുമാറിയവരെ പോലെയാകും. സ്തോത്രം. യാബോക്കിന്റെ അമ്മേൻ സ്തോത്രം. അതേ നദീതീരത്ത് അവിടെ അതാ ദൈവവുമായി മല്ലുപിടിക്കുന്ന അമ്മ യാക്കോബിനെ സ്വർഗം ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ അകത്ത് ചേട്ടനോടുള്ള അമ്മേൻ വെറുപ്പ് മാറി എന്നല്ല മാത്രമല്ല, അവന്റെ പേര് സ്വർഗം മാറി. ഈ പകൽ ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അമ്മേ സ്തോത്രം, നിന്റെ അകത്തും മാത്രമല്ല നിന്റെ പുറത്തും സ്വർഗം അതിൽ ചില മാറ്റങ്ങൾ തരുന്ന ദൈവമാ. ഈ പകൽ സന്തോഷിപ്പാൻ വകയുണ്ടെന്ന്. ആമേൻ. ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ പകൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, നിന്റെ ദയയും നിന്റെ വിശ്വസ്തതയും എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. പ്രൈസ് ഗോഡ്. നാം ഏത് നിലവാരത്തിലാ? ആ നിലവാരത്തിൽ ദൈവത്തിനെ അനുഗ്രഹിപ്പാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നമ്മുടെ ബലഹീനമായ ശരീരത്തിൽ ബലഹീനമായ സ്വഭാവം കൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല. അമ്മേ, നമ്മുടെ കുറവ് വശങ്ങൾ വെച്ച് നിരപ്പിന്റെ അനുഭവമില്ലാതെ ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്ന് നാം പറയാൻ ഇടവന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ. അങ്ങനെയെങ്കിൽ ആ നിലയിലൊക്കെ വെളിപ്പെട്ടു വരേണ്ടത് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തതയും അവിടം കൊണ്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ഹല്ലേലൂയ എന്ത് ചെയ്യും? ആമേൻ, ഗ്ലോറി. അതെ അതെ, സ്തോത്രം. പെരുവെള്ളപ്പിന്റെ അനുഭവത്തിലും തീയുടെ അനുഭവത്തിലും ആമേൻ ഞെരുക്കപ്പിന്റെ അനുഭവത്തിലും മരുഭൂമിയുടെ അനുഭവത്തിലും സ്വർഗം തന്റെ ദയയും വിശ്വസ്തതയും
ജനത്തിന് മേൽ നൽകുമ്പോൾ ദൈവം അവരെ അക്കരെ നാട്ടിലെത്തിപ്പാനിടയായി. കുറെ പേരൊക്കെ പട്ടുപോയെങ്കിലും സ്വർഗം ചിലരോട് കരുണ കാണിച്ചു. ദയയും വിശ്വസ്തതയും പ്രകടമാകുമ്പോൾ ദൈവത്തിനുള്ള മഹത്വം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്നത്. സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമെന്ന് വായിച്ചാട്ടെ, അവസാന വാക്യമെന്ന് വായിച്ചു വിട്ടാട്ടെ. കേട്ടോ, മരിച്ചവരും മൗനതയിലിരിക്കുന്ന ആരും എന്ത് ചെയ്യുന്നില്ല? അവരോട് പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്തോത്രം. 5ഉം 7ഉം 41 കൂടിയാലൊന്നും അവർക്കൊട്ടൊരു പ്രയോജനം ഇല്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചാത്തം അല്ലെങ്കിൽ ചാത്തത്തിന് പോവാനും ദൈവമക്കൾക്ക് എന്തില്ല? പ്രമാണമില്ലല്ലോ. സ്തോത്രം. മരിച്ചവരോടുമുള്ള പ്രാർത്ഥനയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്കില്ലല്ലോ. സ്തോത്രം. ഇവിടെ ഏതാ പറയുന്നു? മരിച്ചവരും മൗനതയിൽ ആയിരിക്കുന്ന ആരും എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഈ മരിച്ചവർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. സ്തോത്രം. അത് ശാരീരിക മരണം, അത് വിടട്ടെ. ആത്മീകമായി മരിച്ചതിന് ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും വർണ്ണിപ്പാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അത് അനുഭവിപ്പാനും കഴിയുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു നാം ചുരുക്കം പേരെ ഇവിടെ ഉള്ളെങ്കിലും ആമേ സ്തോത്രം, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തതയും അകത്തളങ്ങളിൽ അനുഭവിച്ചറിയുന്ന, ആത്മീകമായി മരിക്കാതെ ആത്മീകമായി പുതുജീവൻ പ്രാപിച്ച ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായ ദൈവജനമാണ് ഈ ഹോളിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്ന ആമേൻ ഒരു ആത്മശക്തിയുണ്ട്, അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്, അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയുണ്ട്. അപ്പോ ഈ മരിച്ചവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തിന്റെ ദയയും വിശ്വസ്തയും ഒന്നും മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അവർ എന്ത് ചെയ്യത്തുള്ളൂ? അവരെപ്പോഴും ഇങ്ങനെ കരച്ചില. സ്തോത്രം. കണ്ടിട്ടില്ല? എന്തു വന്നാലും കരച്ചില. എല്ലാവരോടും എന്തു പറയും? പരിഭവം പറയും. എല്ലാവരോടും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വാക്യം സ്തോത്രം അതിന് 9 മുതൽ അതിൻ്റെ 12 അതിന് 14 വരെ, 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്നില്ല. ഒന്ന് വായിച്ചു വിട്ടാൽ ആമേ സ്തോത്രം അവിടെ പറയുന്നത് അനുഗ്രഹത്തെ പറ്റിയ അല്ലേ? ബസ്സിലല്ലേ അങ്ങനെയല്ലേ ബെഞ്ചമിനെ വായിച്ചത്? അനുഗ്രഹത്തെ പറ്റിയ യഹോവ ഭക്തന്മാരെ, ആമേൻ, ഇസ്രായേൽ ജനമേ, ആമേൻ, ഹല്ലേലൂയ. പിന്നെ പറയുന്നത് എന്താണ്? അഹരോൻ ഗ്രഹമേ, ആമേ, ചെറിയവരും വലിയവരും ആയവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവങ്കിൽ ആശ്രയിപ്പിൻ, അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന, അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാ. അപ്പൊ ദൈവം ആരെ അനുഗ്രഹിക്കുന്നത്? യഹോവ ഭക്തന്മാരെ. ദൈവം ആരെ അനുഗ്രഹിക്കുന്നത്? ഇസ്രായേൽ മക്കളെ, പുതിയ നിയമ ഇസ്രായേലിനെ. ദൈവം ആരെ അനുഗ്രഹിക്കുന്നത്? അഹ്റോൻ ഗ്രഹത്തെ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ വൃന്ദത്തെ. കഴിഞ്ഞില്ലെന്ന് ചെറിയവരുണ്ടോ? ആമേൻ, ദൈവസന്നിധി എല്ലാം ഓലിയ. ഇനി ചെറിയതൊന്നും വലിയതൊന്നും പറഞ്ഞു അതിനെയും ദൈവം അനുഗ്രഹിപ്പാൻ തയ്യാറാ. പക്ഷേ മരിച്ചനുഭവത്തിൽ ഈ ദിവസം ജനമായിരിക്കാൻ ഇടവരരുത്. ആത്മികമായി അകത്തളങ്ങളിൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. അതേ തിരുവചനം പറയുന്നു, ആമേൻ, അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ആമേൻ, ഈ ലോകത്തിന്റെ രോഗത്തിനോ, ഈ ലോകത്തിന്റെ ഒരു പ്രതിസന്ധിക്കോ, ഈ ലോകത്തിന്റെ ഒരു ഞെരുക്കത്തിനോ ഞങ്ങളെ പിടിച്ചു വെപ്പാൻ കഴിയുകയില്ല. ഞങ്ങളുടെ അകത്ത് ആമേൻ ഒരു ആത്മശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. അപ്പൊ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, സത്യത്തിലുമുള്ള ആത്മാവിൽ ആരാധന വെളിപ്പെടണമെങ്കിൽ ദൈവം ആത്മാവാകുന്നു എന്നുള്ള ബോധ്യം ആദ്യം വേണം. പിന്നെ അകത്തളങ്ങളിൽ എന്ന് പറഞ്ഞാൽ മൺകൂടാരത്തിൽ ആര് വ്യാപരിക്കണം? ദൈവത്തിന്റെ ആത്യന്ത ശക്തി വ്യാപരിക്കണം. എങ്കിലേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയുള്ളൂ, എങ്കിലേ ഹല്ലേലൂയയുടെ സ്വരം വരത്തുള്ളൂ, എങ്കിലേ സ്തോത്രം വരികയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എന്തു പറയണം? കയ്യടിക്ക്, പ്രാർത്ഥിക്ക്, സ്തോത്രം പൈ, ഹല്ലേലൂയ പറയുന്നൊക്കെ പറയാൻ പാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ഈ അവസാനത്തെ വാക്യം സ്തോത്രം സത്യമായതുകൊണ്ടാണ്. അവസാനത്തെ വാക്യം
സത്യമായതുകൊണ്ട്. മടുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാ? സ്തോത്രം. മരിച്ചവരും മൗനതയിലും വചനം കേൾക്കുമ്പോൾ ഒരു മൗനത വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ആത്മീകമായ എവിടെയൊക്കെയോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ആത്മീക ജീവിതത്തിൽ എവിടെയൊക്കെയോ എന്ത് സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞേ? പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവത്തോടുകൂടെ നടന്നവർ, സ്തോത്രം, ഞങ്ങൾ സമ്പന്നർ എന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു കുറവുമില്ലെന്ന് പറയുന്ന സഭ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ സമ്പന്നൻ എന്ന് പറയുന്നുവെങ്കിലും നീ ദരിദ്രനാകുന്നു. മുട്ട്, ആമേൻ, ഹല്ലേലൂയ, ഇല്ലാത്തവനെന്ന് പറയുന്നുവെങ്കിലും നിന്റെ ജീവിത യാത്രയിൽ കുറവുകളുണ്ടെന്ന്, ആത്മീക നിലവാരത്തിൽ ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പലവട്ടം കേട്ട തിരുവചനം പല ആവർത്തി നിന്നോട് വാദിച്ചിട്ടും അതിന് കീഴ്പ്പെടാതെ മൗനമായിരിക്കുന്ന അനുഭവമുണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മീകമായി വളരുവാൻ കഴിയാതെ ശോഷിച്ചു പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ കണ്ടിട്ടില്ലേ ചില തെങ്ങുകളെ കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ എന്ന് പറയുന്ന പോലെ 100 ടണാട്ടൻ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹിന്ദി വേർഡിന്റെ ഒരു ഭാഗം, ടണാട്ടൻ, 100 ആളിങ്ങനെ തല ഉയർത്തൊക്കെ നിൽക്കും. ഏത് കൊടുങ്കാറ്റ് വന്നാലും ആളെന്ത് ചെയ്യും? ഇങ്ങനെ ആടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷേ ഒരു ഫലം പോലും തരതില്ല. മണ്ടരിയ, മണ്ടരി. എന്താണ് മണ്ടരി എന്ന് പറഞ്ഞ അസുഖം കേട്ടിട്ടുണ്ട്? പണ്ടൊക്കെ തെങ്ങ് ഇല്ലേ? പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പം നാളിലൊക്കെ എല്ലാവരും തെങ്ങ് കൃഷിയിലോട്ട് തിരിഞ്ഞു. അപ്പോൾ കുറെ പേര് പറഞ്ഞു അധികം തെങ്ങ് കൃഷിയൊന്നും ചെയ്യണ്ട. സ്തോത്രം. ഈ മണ്ടരി എന്ന് പറഞ്ഞ അസുഖം വരും. പക്ഷേ ആ മണ്ടരി അസുഖം പിടിച്ചപ്പോൾ ചില തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ തെങ്ങ് ഇപ്പൊ എന്ത് ചെയ്യും? 18ാം പട്ട എന്ന് പറയുന്ന തെങ്ങുണ്ട്, 3ാം വർഷം കായ്ക്കുന്ന തെങ്ങുണ്ട്, അങ്ങനെ പല നിലയിലുള്ള തെങ്ങുകളുണ്ട്. ജോൺ സാറിനോട് ചോദിച്ചാൽ കുറച്ചുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, തേങ്ങയുടെ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട്. പ്രൈസ് ഗോഡ്. ഇവിടെ ശ്രദ്ധിക്കണമേ, ഇതിന് കേടുണ്ട്. ഇതിനെന്തുണ്ട്? കേടുണ്ട്. അതുകൊണ്ട് ഫലം തരാത്തത്. പക്ഷെ ഒറ്റ തടി നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും ഇതുപോലെ ഒരു 10 തെങ്ങ് എനിക്ക് വെച്ചാൽ കൊള്ളായിരുന്നു. പക്ഷെ ഒരു പ്രയോജനവും അതുകൊണ്ട് സ്ഥലം മെനക്കെടുത്താന്നല്ല അതൊരു പ്രയോജനമില്ലെന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. പക്ഷെ നാം അതുപോലെയല്ലെന്ന്. സ്തോത്രം. അകത്ത് ജീവൻ വ്യാപരിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആത്മികമായ ദൈവത്തെ, ആമേൻ, ഈ ദിവസങ്ങൾ അടുത്തറിഞ്ഞവർക്ക്, രുചിച്ചറിഞ്ഞവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 12ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ 1-2 കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ പ്രത്യേകം ക്ഷണിക്കുക. 12ാം വാക്യം. മതി, യഹോവേ നമ്മെ ഓർത്തിരിക്കുന്നു. അല്ലെ, ഇപ്രകാരമാണ്, ഗോഡ് റിമെമ്പേർഡ് അസ്. ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ ദൈവം ഓർക്കാത്ത കാര്യം അത് പറയുന്നത് ഏറ്റവും നല്ലത്. ബാക്കിയെല്ലാം ദൈവം ഓർക്കുന്ന. ദൈവം ഓർക്കാത്ത കാര്യം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഇവിടെ ഇല്ലേ? ദൈവം ഓർക്കാത്ത കാര്യം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നെറ്റിൽ അടിച്ചു നോക്കാം അല്ലെ. അടിച്ചു നോക്കുമ്പോൾ ദൈവം ഓർക്കാത്ത കാര്യം എന്തായിരിക്കും അത് പറയുന്നത് നല്ലത്. കാരണം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കംപ്ലീറ്റ് ദൈവം അനുഗ്രഹിപ്പാൻ വേണ്ടി ഓർത്ത കാര്യങ്ങളാണ്. അപ്പൊ ദൈവം ഓർക്കാത്ത കാര്യം എന്തായിരിക്കും? ഞാൻ നിങ്ങളുടെ പാപങ്ങളെ എന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യില്ല. അത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. നമ്മുടെ ക്വാളിറ്റി ആണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. സ്തോത്രം. നമ്മുടെ ക്വാളിറ്റി അങ്ങനെയല്ല. എനിക്ക് അലക്സിനോട് എന്തെങ്കിലും ചൊരുക്കുണ്ടെങ്കിൽ, ചൊരുക്കെന്ന് പറഞ്ഞാൽ അല്പം എൻ്റെ മനസ്സിനകത്തൊരു വിഷമമുണ്ടെങ്കിൽ ഞാൻ അലക്സ് വരുമ്പോൾ എന്താ കെട്ടിപ്പിടിച്ചു, വിശുദ്ധ ചുംബനം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ എന്ത് ചെയ്തു? കാല് കഴുകി, എല്ലാം കഴിഞ്ഞു. പക്ഷെ അലക്സ് വരുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞാൽ എന്താ? അകത്തെന്തുണ്ട്? മനുഷ്യ സ്വഭാവമാണ്. നമ്മൾ ക്ഷമിച്ചതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല? മറക്കാറില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പാപത്തെ മറക്കുന്ന ദൈവമാണ്. സ്തോത്രം. നിങ്ങളുടെ സകല പാപങ്ങളെയും ഞാൻ എൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, ഇനി ഞാൻ അതിനെന്ത് ചെയ്യുകയില്ല? ഓർക്കയില്ല. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് മനുഷ്യന്റെ ചില സ്വഭാവ സവിശേഷതകൾ. ഇവിടെ ശ്രദ്ധിക്കണേ, ഒത്തിരി നല്ല കാര്യം പറയാൻ പോവാം. ദൈവത്തിന്റെ ഒരു നല്ല കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുവാൻ മലയാളത്തിൽ നല്ല ഒരു ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് കടം മേടിച്ചിട്ട് ഉപയോഗിക്കാം. നമ്മുടെ വായിട്ട് കടമില്ല, നമ്മുടെ ആ കടമൊന്നും ദൈവത്തിന് വേണ്ട.
പക്ഷെ മനുഷ്യന് ഈ തലമണ്ട കൊണ്ട് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇംഗ്ലീഷിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ആന്ത്രോമോർഫിസം. കേട്ടോ, തലച്ചോറിയേണ്ട ആന്ത്രോമോർഫിസം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മാനുഷിക ഗുണസവിശേഷതകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് ദൈവത്തിന് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടോ കുറവുണ്ടായിട്ടോ അവൻ പരിപൂർണനല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വാക്കിന്റെ പരിമിതികൾ കൊണ്ട് ഉപയോഗിച്ച പദമാ 12ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ഹല്ലേലൂയ നമ്മെ ഓർക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ മറക്കുന്നില്ല. കാരണം അവൻ എന്താണ്? സർവ ജ്ഞാനിയായ ദൈവമാണ്. അവൻ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഒന്നും മറക്കാൻ പറ്റുകയില്ല. പിന്നെയോ അവന്റെ ദയയും വിശ്വസ്തതയും കൊണ്ട് അവൻ നമ്മെ മറയ്ക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ പാപത്തെ അവന്റെ പുറകിലാക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കണമേ, ഈ പായിയിൽ ഈ കസാരയിൽ വന്നിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിപ്പാൻ നമ്മെ യോഗ്യനാക്കി തീർത്തത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും കൊണ്ട് എന്നെ ചുറ്റി പരിപാലിച്ചപ്പോൾ എന്നെ കവർ ചെയ്യുക. ഈ പകൽ ചിലതിനെ കവർ ചെയ്തിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ സ്വർഗം കവർ ചെയ്തിട്ടുണ്ട്. ആമേൻ. നിന്റെ തലമുറകളെ സ്വർഗം കവർ ചെയ്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വാഹനത്തെ സ്വർഗം കവർ ചെയ്തിട്ടുണ്ട്. ആമേൻ. നിന്റെ ഭാവിയെ ദൈവം കവർ ചെയ്തിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. നിന്റെ ബിസിനസ്സിനെ ദൈവം കവർ ചെയ്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മാതാപിതാക്കളെ സ്വർഗം കവർ ചെയ്തിട്ടുണ്ട്. നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. അതിനെ സ്വർഗം തന്റെ ദയയും വിശ്വസ്തതയും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ദൈവം അതിനെ പരിപാലിക്കുന്ന ദൈവമാണ്. നമുക്ക് പെട്ടെന്ന് ഓർക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 8ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അല്ലേ അവിടെ ഓർക്കുന്നത് ദൈവം നോഹായി ഓർത്തു അല്ലേ. ആ പെട്ടകത്തിനകത്ത് ഒരുത്തിനെ കയറ്റി വിട്ടതാ. കുറച്ച് ഇടജന്തുക്കളും പറവജാതികളും കാട്ടിലെയും സകലതിനെയും കയറ്റി വിട്ടു. പക്ഷെ ദൈവം അവനെ ഓർത്തപ്പോൾ എന്ത് ചെയ്തു? അടുത്ത പദം എന്താ? 8 വായിക്കുന്നത് 8-ല്ലേ? അവനെ ഓർത്തപ്പോൾ ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു. നോഹ എന്ന് പറയുന്ന നീതിമാനെ ദൈവം ഓർത്തപ്പോൾ, നോഹ എന്ന് പറയുന്ന നിഷ്കളങ്കനെ സ്വർഗം ഓർത്തപ്പോൾ, അവന് വേണ്ടി അവന്റെ പെട്ടകം, അവന്റെ സഞ്ചാരം, അവന്റെ ജീവിതം, അവന്റെ കുടുംബം ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ആകുവാൻ, അതിന് ഉറപ്പിക്കുവാൻ സ്വർഗം ഒരു കാറ്റിനെ അടിപ്പിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുവരെയും അവന്റെ അതേ സഞ്ചാരത്തെ സ്തോത്രം സ്ഥിരമല്ലാത്ത നിലയിൽ ആഴിയുടെ ഉറവുകളെയും ആമേൻ ആകാശത്തിലെ ഉറവുകളെയും സ്വർഗം തുറന്നു. ആമേൻ. സ്തോത്രം. ഒരു വലിയ വെള്ളപ്പൊക്കത്തെ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്തോത്രം 5ാം മാസം 150 ദിവസങ്ങൾ കഴിഞ്ഞു. തുടർന്ന് വായിക്കുമ്പോൾ ഏറിയ മാസങ്ങളായി താൻ ഈ പെട്ടകത്തിനകത്താണെങ്കിലും പ്രകൃതിയുമായി യാതൊരു ബന്ധമില്ലാത്ത യാത്രയാ. കഴിഞ്ഞ നാളുകളിൽ സദ്യക്ക് വിളിച്ചവരും ആമേൻ ഓണാഘോഷത്തിന് വിളിച്ചവരും ഗ്ലോറി അതിന് പോയി പായസം അടിച്ചു വന്നതൊക്കെയുണ്ട്. നമ്മൾ അല്പം ബേസിട്ട് നമ്മൾ അല്പം ഒരു മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി പറഞ്ഞു, പാസ്റ്ററേ ദാറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് കട്ടിംഗ് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ദ സെലിബ്രേഷൻ ഓഫ് ഹാർവസ്റ്റ് എന്നൊക്കെ രോമന പേരിട്ട് നാം സോ കോൾഡ് എന്ന് പറഞ്ഞ് അതിനെ നിർത്തി. പക്ഷേ വേദശാസ്ത്രം അറിയാവുന്നവരും ആത്മപ്രേരണവരും പറഞ്ഞു, ഓണം എന്നുള്ളത് അസുര രാജാവിന്റെ ആമേൻ വിഷ്ണുവിന്റെ 5ാം അവതാരത്തിലെ 5ാം അവതാരമായ വാമനന്റെ ആമേൻ ഹല്ലേലൂയ കയ്യാങ്കളി നടന്ന ഉത്സവത്തെ ആചരിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഞാനൊക്കെ പെന്തക്കോസ്തിൽ വരുമ്പോൾ അതിനൊരു പായസം വെക്കാനോ സ്തോത്രം അതിനൊരു ഊണ് കഴിക്കാനോ ഞങ്ങൾക്ക് അനുവാദമില്ല. അന്ന് കൃപയിൽ നിന്നവരൊക്കെ ക്രിസ്മസ് ആഘോഷിക്കരുതെന്നും അത് ആകാശരാജ്ഞിയുടെ ഉത്സവമാണെന്നും ഈസ്റ്റർ വേണ്ട, അത് റോമൻ ദൈവന്റെ ആമേ ഉത്സവമാണെന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെന്തക്കോസ്തിനുമില്ലെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസുകളൊക്കെ കണ്ടു. വെറുതെ ഒന്നിങ്ങനെ കണ്ണോടിച്ചാൽ മതി, പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാൻ കഴിയുകയില്ല. കാരണം ജനമെല്ലാവരും പറഞ്ഞു
സ്തോത്രം. We will celebrate Onam. This is our state festival. We want to celebrate എന്നൊക്കെ പറയുന്നത് കേട്ടോ. പണ്ടൊക്കെ മാറി നിന്നവർ പെന്തക്കോസ്തിൽ വന്നപ്പോൾ ആമേൻ വേർപാടുണ്ടായിരുന്നു. പെന്തക്കോസ്തിൽ വന്നപ്പോൾ ഉത്സവം, വാവ്, ശബത്ത്, ആമേൻ, പെരുന്നാൾ എന്നിവ സംബന്ധിച്ച് നിങ്ങൾ ആരും വിധിക്കരുതെന്ന് വേദപുസ്തകത്തിന് ഓർത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പലതും സഭ വിട്ടുകളഞ്ഞ പലതും സഭയ്ക്കകത്ത് കയറി വിശ്വാസ യാത്രയിൽ കൂടെ നിന്നപ്പോൾ ഇന്ന് നോ പറയാൻ നമുക്ക് അല്പം പ്രയാസമുണ്ട്. നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടും അല്ലേ? ഇന്ന് നോ പറഞ്ഞാൽ, ഇല്ല സുഹൃത്തെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുവാൻ ഒത്തിരി ബന്ധങ്ങളുണ്ട്. ദൈവത്തെക്കാൾ കൂടുതൽ നീ എന്തിനെ സ്നേഹിച്ചാലും അത് നിനക്ക് ആമേൻ ഒരു പ്രതികൂലമായി വരും. ദൈവത്തെക്കാൾ ആരൊക്കെ ലോകത്തെ സ്നേഹിക്കുന്നുവോ അവരൊന്നും സ്വർഗത്തിന് യോഗ്യതയുള്ളവരല്ല. ഇതെന്റെ വാക്കല്ല, പുസ്തകം വായിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ബിജോഷ് പാസ്റ്റർ കൈ നിട്ട് പറയുന്നതല്ലെന്ന്. സ്തോത്രം. ഇതൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ, മണക്കാല സെമിനാരിയിൽ പഠിക്കുമ്പോൾ കുറെ തട്ടിയും മുട്ടിയും വേദപുസ്തകം അരച്ചു കലക്കിയ എബ്രായ ഭാഷയിൽ PhD എടുത്ത ഞങ്ങളുടെ സാറുമാരോടൊക്കെ ഞങ്ങളുടെ ബാലിശ്യമായ ചിന്തകൾ കൊണ്ട് പറഞ്ഞു ഓണം ആഘോഷിക്കുന്ന എന്താ, സെമിനാരിൽ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നു പറഞ്ഞാരാ ഞങ്ങളൊക്കെ. ഇനി വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. പാസ്റ്റർമാരെ സൃഷ്ടിച്ചു വിടുന്ന സ്ഥലമാണല്ലോ സെമിനാരി. അതിനൊക്കെ താഴെയില്ലേ വിശ്വാസികൾ. അതിനകത്ത് ഞങ്ങൾ പൂക്കളം വിടുന്നു പറഞ്ഞു വരും. സ്തോത്രം. അതിനകത്ത് ഓണം ആഘോഷിക്കും, സെറ്റ് മുണ്ടെടുക്കുന്നൊക്കെ പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. പക്ഷേ ഹല്ലേലൂയ വേദപുസ്തകം ആമേൻ ഹല്ലേലൂയ അതിന്റെ മൂലാർത്ഥങ്ങളിൽ നിന്ന് കീറി നമ്മുടെ മുമ്പിൽ വെച്ചു തരുമ്പോൾ പ്രൈസ് ഗോഡ്, യഹൂദൻ ആമേൻ അവന്റെ കൈ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ അവന്റെ പേനയെടുത്ത് അഡോണായി ആമേൻ അല്ലെങ്കിൽ യഹോശുവ എന്ന എബ്രായ പദം എഴുതുകയുള്ളൂ. അവന്റെ മുട്ട് വറയ്ക്കും. കാരണം ദൈവം എന്ന് അവൻ എഴുതണമെങ്കിൽ അവൻ രണ്ടാലോചിക്കും. എൻ്റെ ശരീരത്തിന് ശുദ്ധിയുണ്ടോ, എൻ്റെ അകത്ത് ശുദ്ധിയുണ്ടോ എന്ന് വരുത്തിയിട്ട് അവന്റെ നാവ് കൊണ്ടും അവന്റെ കരം കൊണ്ടും എബ്രായ ഭാഷയിൽ യഹോശുവ എന്ന് അവൻ എഴുതുകയുള്ളൂ. അങ്ങനെയെങ്കിൽ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങിയ എനിക്കും നിങ്ങൾക്കും അതിനോടുള്ള ഭയം എവിടെ പോയി? പ്രൈസ് ഗോഡ്. അപ്പൻ പറയൂ, ഞാൻ നിന്റെ പാപത്തെ ഓർക്കുകയില്ല കേട്ടോ, അതിനെല്ലാം ഞാൻ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, ഞാൻ ഓർക്കാം. ആമേൻ, സ്തോത്രം. നീ ഒറ്റപ്പെടുമ്പോൾ, നിനക്ക് പുറത്തിറങ്ങി കഴിയാൻ വരാതിരിക്കുമ്പോൾ, നോഹായെ സകലരും നിന്നോടുകൂടെ ഉത്സവം ആചരിച്ച ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെയും വെള്ളം പൊങ്ങിയപ്പോൾ ചത്തു മലച്ചു കിടക്കുകയാണ്. പക്ഷേ എനിക്ക് വേണ്ടി വേർപ്പെട്ട നിന്നെ ഞാൻ പെട്ടകത്തിനകത്ത് മറച്ചത് അതെന്റെ കരുണയും ദയയും വിശ്വസ്തതയുമാ. കൂടെ ഓടിയവരൊക്കെയും മണ്ണോട് മണ്ണായപ്പോഴും ആമേൻ ഭൂമിയുടെ പരപ്പിൽ ജീവനോടെ എന്നെയും നിങ്ങളെയും നിലനിർത്തിയത് അവൻ നമ്മുടെ പാപങ്ങളെ ഓർക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അതേ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചോദിക്ക്, അവരുടെ ഭാര്യമാർ സാറായും റാഹേലും പ്രൈസ് ഗോഡ് നമ്മളോട് വിളിച്ചു പറയും, ഞങ്ങളൊക്കെ മച്ചികളായിരുന്നു, പക്ഷെ യഹോവ ഞങ്ങളെ ഓർത്തു. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഹന്നായെ പറഞ്ഞു നോക്കൂ. ഹന്ന പറയും, എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ ദൈവം എന്നെ ഓർത്തു, അവൻ എനിക്ക് ശമൂവേൽ എന്നൊരു ബാലനെ തന്നു. ഇസ്രായേൽ പറയും പുറപ്പാട് പുസ്തകത്തിൽ, മിസ്രൈമിലെ അടിമനുഖത്തിൽ ആഹാരം ലഭിക്കാതെ കട്ട ചുമന്ന് കഷ്ടപ്പെടുമ്പോൾ, അവിടെ ഞാൻ അടിമ വീട്ടിൽ ഞാൻ ദുരിതം അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ കരച്ചിൽ കണ്ട് അത്യുന്നതനായ ദൈവം ഞങ്ങളെ ഓർത്തു, അവൻ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ചില മിസ്രൈമിന്റെ അനുഭവങ്ങളിൽ സ്വർഗം നമ്മെ വിടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പാപത്തിന്റെ മിസ്രൈമിൽ നിന്ന്, ദുരിതം പേറുന്ന മിസ്രൈമിൽ നിന്ന്, ഞെരുക്കത്തിന്റെ മിസ്രൈമിൽ നിന്ന്, കഷ്ടതയുടെ യാത്രയിൽ നിന്ന് സ്വർഗം നിന്നെ വിടുവിപ്പാൻ കാരണം എന്റെയും നിങ്ങളുടെയും മാന്യതയല്ല, പിന്നെ സ്വർഗം നമ്മെ ഓർത്തത് കൊണ്ടാണ്. ഈ പകൽ ഒത്തിരി മുന്നോട്ട് കടന്നു പോകണമെന്നുകൊണ്ട് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ ദൈവം പറയുന്നു, ഞാൻ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
ഈ പകൽ കുഞ്ഞെ, പ്രിയമാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ തനിച്ചല്ല. നിന്റെ വേദനയിൽ നിന്നെ കടാശിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. ഈ ദിവസങ്ങൾ ഹന്ന നിലവിളിച്ചു എന്നാ പറയുന്നേ. അവളെ പറ്റി പറഞ്ഞ അവളെ ഹൃദയം പകർന്നു എന്നാ പറയുന്നേ. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാമോ? അത് മാത്രം ഒന്ന് വായിച്ചാൽ മതി. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കിട്ടിയവർ വായിച്ചോളൂ. ആ, അതെ. അതാണ് വാക്യം. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടത്രേ. സ്തോത്രം. എന്നെ കണ്ടപ്പോ, സ്തോത്രം, ഒരു നീച സ്ത്രീയായിട്ട് നിനക്ക് തോന്നിയത് എന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം. ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോടായി ദൈവാത്മാവ് പറയുക, നിന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം ഒരു പക്ഷെ പാസ്റ്റർ അറിയത്തില്ല, കൂടെ പിറപ്പ് അറിയത്തില്ല, ഒരു പക്ഷെ നിന്റെ കുടുംബത്തിലുള്ളവർ അറിയത്തില്ല. പക്ഷെ അതറിയുന്ന ഒരു ദൈവം ഈ പകൽ ഇവിടെ നടകൊണ്ടിട്ടുണ്ട്. അവേ, നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ ഓർത്താൽ നിന്റെ സങ്കടത്തിനൊരു പരിസമാപ്തി വരുത്തുവാൻ നല്ലവനായ ദൈവത്തിന് കഴിയും. ഈ കഷ്ടതയുടെയും സങ്കടത്തിന്റെയും ആധിക്യം വരുമ്പോൾ 10 പേരോട് പറയാൻ പോയ ഒരു പ്രയോജനവുമില്ല. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നാൽ മതി. ദൈവം ഓർത്താൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ മാറ്റമാണ്. ദൈവം ഓർത്താൽ നിന്റെ മുഖസ്ഥിതിയെ ദൈവം മാറ്റും, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റും, തലമുറകളുടെ അവസ്ഥയെ മാറ്റും. ഈ ദിവസങ്ങൾ എത്ര പേർക്ക് പ്രകാരം പ്രാർത്ഥിപ്പാൻ കഴിയും? ദൈവമേ, അവിടുന്ന് എന്നെ ഓർക്കണമേ. ഈ കഷ്ടതയിൽ, ഈ രോഗത്തിന്റെ അനുഭവത്തിൽ, ഈ നിന്ദയുടെ അനുഭവത്തിൽ, ഈ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ, എന്റെ ഇല്ലായ്മയിൽ, അമ്മേ, എന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ സ്വർഗമേ എന്നെ ഓർക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ആമേൻ. ഒരുപാട് വചനങ്ങൾ അതിനുള്ള ബന്ധത്തിലുണ്ടെങ്കിലും ഞാൻ സമയങ്ങൾ ഇവിടെ ചുരുക്കുകയാണ്. ദൈവം ഓർക്കുന്നവരായി തീരുവാൻ പ്രാരംഭമായി പറഞ്ഞു, അവന്റെ ദയയും വിശ്വസ്തയും വെളിപ്പെടും. ദൈവം ഓർത്താൽ അവന്റെ ദയയും വിശ്വസ്തതയുമാണ് വെളിപ്പെടുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. സ്തോത്രം. അവന്റെ ദയയും വിശ്വസ്തതയും നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ, നമ്മുടെ സഭയിൽ വെളിപ്പെടട്ടെ, നമ്മുടെ ദേശത്ത് വെളിപ്പെടട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ദിവസം എഴുന്നേറ്റ് പാട്ടോടെ അവർ പഠിച്ച തിരുവചനങ്ങൾ ദിവസം മുമ്പാകെ പ്രസ്താവിക്കും. അതിനായി കുഞ്ഞുങ്ങളെ